നന്ദന സങ്കടങ്ങൾ ഹരിപ്രസാദുമായി പങ്കുവെക്കുന്നു. പനക്കൽ വീട്ടിലെത്തുന്ന ഹരിപ്രസാദ് അച്യുതനെ കാണുന്നു. ഹരിപ്രസാദിൽ സംശയം ഉടലെടുക്കുന്നു. അച്യുതന്റെ മേൽനോട്ടത്തിൽ പനക്കൽ വീട്ടിൽ നിന്നും വീട്ടുപകരണങ്ങൾ വാടക വീട്ടിലേക്ക് മാറ്റുന്നു. പുരയിടത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് മടങ്ങുന്ന സുമിത്രയും മനീഷും അമ്പിളിയും. ചന്ദ്രൻപിള്ള പനക്കൽ വീട്ടിലെത്തുന്നു. സുമിത്രയും മനീഷും അമ്പിളിയും പനക്കൽ വീട് വിട്ട് വാടക വീട്ടിലേക്ക്. ഇനി തുടർന്ന് കാണുക. വീട് വിട്ടു പോകുമ്പോ മനസ്സ് നിറയെ അച്ഛനാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? വീടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ബിസിനസ് നടത്തി ഞാനത് തിരിച്ചു പിടിക്കും. നമ്മളിവിടെ താമസിക്കുകയും ചെയ്യും. നിനക്കെന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ? ഞാനത് തിരിച്ചു വാങ്ങിച്ചിരിക്കൂടി. മനീഷേ, ഇനി എന്താ താമസം? ഓട്ടോ വെയിറ്റ് ചെയ്യാ. പൈസ ബാഗിൽ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓട്ടോ വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ശല്യമായല്ലോ. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞതുകൊണ്ട് ആ കാര്യത്തിൽ പ്രശ്നമില്ല. അല്ല, ഇവിടുന്ന് ഇറങ്ങാനും വാടക വീട്ടിൽ ചെന്ന് കയറാനും പ്രത്യേക സമയവും ഇല്ല. എന്നാ പിന്നെ പൂട്ടിക്കോ സുമിത്രേ. സുമിത്ര തന്നെ താക്കോല് ചന്ദ്രൻപിള്ളയെ ഏൽപ്പിക്ക്. അത് അതിന്റെ രീതി. വാങ്ങിച്ചോ. സുമിത്രയ്ക്ക് മനപ്രയാസം കാണുമെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാന്? ഈശ്വര നിശ്ചയം എങ്ങനെയായിരിക്കും? അമ്മേ വാ. നിങ്ങൾ ഓട്ടോയെ വിട്ടു. ഞാൻ ചന്ദ്രൻപിള്ളയുടെ കാറിൽ വാടക വീട്ടിലേക്ക് വന്നേക്കാം. നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കാണും. ചെല്ലേ.
മേ ഐ കമിൻ സർ? യെസ്. ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. നമുക്ക് ടൈപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാം. ഡേറ്റ് ഞാൻ പിന്നെ പറയാം. എനിവേ നെക്സ്റ്റ് വീക്ക്. ഓക്കെ? ദാ സർ. ബാംഗ്ലൂർ ഓഫീസിലേക്ക് മെയിൽ അയച്ചോ? അത് രാവിലെ തന്നെ അയച്ചായിരുന്നല്ലോ സർ. ജോർജിനോട് വരാൻ പറ. ഓക്കെ സർ. ജോർജ് ഏട്ടനെ ശ്യാം സാർ അന്വേഷിക്കുന്നു. എന്നെ സർ. വാ ഇരിക്കെ. നമ്മൾ എപ്പോഴാണ് നന്ദനെ കാണാൻ പോകുന്നത്? ആ കുട്ടി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇപ്പൊ എല്ലാം ഓക്കെയാന്ന് പറയുന്നത്. എന്താ ജോർജ് ഇത്? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒന്ന് പോയി അന്വേഷിക്കണ്ടേ? കാണണ്ടേ? 2-3 തവണ പറഞ്ഞല്ലേ? അതെ സർ. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ജോർജ്? ആയിക്കോട്ടെ സർ. ജോർജിന് എന്താ ചെറിയൊരു ചിരി? ഒന്നുമില്ല സർ. പറന്നേ. മുമ്പ് ഇവിടുന്ന് പലരും ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്. അന്നൊന്നും ഇവിടുന്ന് ആരും കാണാൻ പോയിട്ടില്ല. അത് അസുഖം. ഇതൊരു അപകടമല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ജോർജ്, ഇല്ലേ? ശരിയാണ് സർ. നമുക്ക് എന്തായാലും പോണം, അല്ലെങ്കിൽ മോശ. 1-2 ലേഡി സ്റ്റാഫ് കൂടി വരട്ടെ. ജോർജ് ഒന്ന് അറേഞ്ച് ചെയ്യ്. ഓ ശരി സർ. നമസ്കാരം. ഞങ്ങളൊക്കെ നന്ദന വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നാ. ഓ, നന്ദനെ കാണാൻ വന്നതാണോ? വരൂ അമ്മേ, വരൂ. നന്ദനെ നോക്കി ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. വാ ഇരിക്കെ. ആരാ പ്രതിഭേ? ഇരിക്കേട്ടോ. നമസ്കാരം. നന്ദന ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് വന്നതാമേ. ആഹാ, അത് ശരി. മുത്തശ്ശി, ഇത് ഞങ്ങളുടെ മാനേജർ ശ്യാം പ്രസാദ് സാറ്. ഇത് ജോർജ്. ഇത് സ്വപ്ന, അശ്വിനി. എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. നന്ദന, ഇത് കുറച്ച് ഫ്രൂട്ട്സാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. സുഖമില്ലാതിരിക്കുന്ന ഒരാളെ കാണാൻ വരുമ്പോ ഇതൊക്കെ പതിവാ. എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. ഞാൻ ചായ എടുക്കാം. നന്ദനോട് ഞങ്ങൾക്കൊരു പരാതി പറയാനുണ്ട്. ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഓഫീസിൽ അറിയിക്കാൻ ലേറ്റായി. മനഃപൂർവ്വം അല്ല കേട്ടോ സാറേ. അന്നേരത്തെ വെപ്രാളത്തിനിടയിൽ അതൊന്നും ഓർത്തില്ല. ആ കാരണം കൊണ്ട് മോളുടെ ജോലിക്ക് കുഴപ്പം എന്തെങ്കിലും വരുമോ സാറേ? അയ്യോ, എന്നെ സാറേ എന്നൊന്നും വിളിക്കണ്ട. ശ്യാം പ്രസാദ് അങ്ങനെ വിളിച്ചാൽ മതി. നന്ദനയുടെ ജോലിക്ക് ഒരു കുഴപ്പം വരില്ല. ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും വരാൻ കഴിഞ്ഞില്ലല്ലോ, ആ വിഷമം കൊണ്ട് പറഞ്ഞതാ. ശ്യാം സാർ 2-3 ദിവസമായിട്ട് പറയുന്നു നന്ദനെ ഒന്ന് കാണാൻ വരണോന്ന്. ഓഫീസിൽ നിന്നാ ഒന്ന് ഇറങ്ങാൻ പറ്റിയത്. എന്നാലും പകൽ സമയത്ത് ഇതൊരു വല്ലാത്ത സംഭവമാണല്ലോ. നന്ദന ഇനിയായാലും സൂക്ഷിക്കണം കേട്ടോ. ചായ കുടിക്ക.
എന്നുവരെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു സമയമൊന്നും പറഞ്ഞില്ല. അധികം താമസിക്കാതെ ഞാൻ ജോലിക്ക് വരാന്ന് വിചാരിക്കാം. തിരക്ക് കൂട്ടണ്ട, ടേക്ക് യുവർ ഓൺ ടൈം. എന്നിട്ട് ജോയിൻ ചെയ്താൽ മതി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവും, അല്ലേ? ഷുവർ. താങ്ക് യു സർ. അപ്പൊ നന്ദന, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. മോളെ കാണാൻ എല്ലാരും കൂടി വന്നതിൽ സന്തോഷമുണ്ട്. നേരത്തെ വരാൻ കഴിയാത്തതാ ഞങ്ങളുടെ വിഷമം. അപ്പൊ ശരി, see you. ശരി സർ. ശരി. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണെങ്കിലും എല്ലാവരും അറിയാം. ആരാണെന്ന് പറഞ്ഞില്ല. പേര് മഹേഷ്. ഞാൻ നന്ദിനെ ഒന്ന് കാണാൻ വന്നതാ. സേതുലക്ഷ്മി, പെട്ടെന്നൊന്ന് വന്നേ. സേതു! അയ്യോ, എന്തിനാ ടെൻഷൻ? ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല. എന്താ അമ്മേ? ഇയാള് പ്രശ്നമൊന്നുമില്ല. അമ്മ എന്നെ കണ്ടെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നന്ദനെ കാണാൻ വന്നതാണ് പോലും. നിങ്ങളാരെ? നന്ദനയുടെ റിലേറ്റീവാ. റിലേറ്റീവോ? വാട്ട് യു മീൻ? നന്ദനയുടെ ഫാദർ എൻ്റെ അമ്മാവനാണ്. ശിവരാമന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നല്ലോ. അത് ജയകുമാരി. അതിൻ്റെ ഇളയ ഒരാൾ കൂടിയുണ്ട്. അവരുടെ മകനാണ് ഞാൻ. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. അതൊന്നും പറ്റില്ല. ശിവരാമന്റെ ബന്ധുക്കളായി ആരും ഇങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. നന്ദനയ്ക്കും അത് ഇഷ്ടമുള്ള കാര്യമല്ല. ജയകുമാരി വന്നപ്പോ മോളത് വ്യക്തമായി പറഞ്ഞതാ. ജയാമ്മ എന്ന് വന്നത് നന്ദന ഇവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാ. അത് പിന്നെ എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും കുട്ടിയെ കാണാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ? അത് നന്ദനയോട് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ളതാ. സേതു, ഇയാളോട് പോകാൻ പറഞ്ഞേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത്. മുമ്പൊരിക്കൽ നന്ദനയെ കണ്ടിട്ടുമുണ്ട്. നന്ദനയ്ക്കറിയാം. ശരി, നിങ്ങളിരിക്കെ. ശരി. സേതു ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. കണ്ടോട്ടമ്മേ, നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇയാളെ മോൾക്കറിയോ? മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. നേരാണോ നന്ദിനി? ഒരു തവണ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ സൂക്ഷിക്കണമെന്ന്. നന്ദൻ അത് വകവച്ചില്ല. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലെന്ന്? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയില്ല. നന്ദനയ്ക്ക് വ്യക്തമായിട്ടുണ്ടാവും ചേച്ചി. ഇവിടെ നടന്നത് അപകടമോ കയ്യബദ്ധമോ അല്ല. ആള് മാറി ആക്രമിച്ചതുമല്ല. നന്ദനയെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണ്. അത് നിങ്ങളോട് ആര് പറഞ്ഞു? പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതാണ് സത്യം. എങ്കിൽ ആരാ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അറിയാം. ഇവിടുത്തെ ആൾ തന്നെ, പ്രതാപവർമ്മ.
മനുഷ്യനോട് ഇല്ലാത്ത തക്കം നോക്കി ഊഹാപോഹമായി ഇറങ്ങിയിരിക്കുകയാണോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. നന്ദനയെ അപകടപ്പെടുത്താൻ നോക്കിയത് വർമ്മയുടെ ആൾ തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല അയാൾ ഇതിന് ശ്രമിക്കുന്നത്. നേരത്തെ ഒരു പാർട്ടിക്കും വർമ്മ കൊട്ടേഷൻ കൊടുത്തിരുന്നു. കൊട്ടേഷനോ? അതിനുള്ള ആളുകൾ അന്ന് നന്ദനയെ ഫോളോ ചെയ്തിരുന്നു. വണ്ടി തട്ടിയോ അറ്റാക്ക് ചെയ്തോ നന്ദനയെ എഴുന്നേറ്റ് നടക്കാത്ത പരുവത്തിലാക്കുക, അതായിരുന്നു അവരുടെ പരിപാടി. അത് പക്ഷെ നടന്നില്ല. ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാം? അറിയാം. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അന്ന് അപകടപ്പെടുത്തുക മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇത്തവണ കൊല്ലാനാണ് പ്ലാൻ. ഇതൊക്കെ കേട്ടിട്ട് തല പെരുക്കുന്നല്ലോ ഈശ്വര. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു കാര്യം കൂടി അറിയാം. പ്രതാപവർമ്മ ദൗത്യം ഏൽപ്പിച്ച് ആരെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഷാജി, ശവക്കോട്ട ഷാജി എന്ന് പറയും. അറിയപ്പെടുന്ന ഗുണ്ടയാണ്. കടപ്പുറത്താണ് അവന്റെ ക്യാമ്പ്. കൃത്യമായി പറഞ്ഞാൽ പുതുമലത്തുറയിൽ. പ്രതാപവർമ്മയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക പറ്റിക്കാണും അവൻ. കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സേതു. ഈ കോലത്ത് നിന്നുകൊണ്ട് അയാൾ ഇത്രയും ദുഷ്ടനാണോ പ്രതാപവർമ്മ? ശവക്കോട്ട ഷാജിയോ? മാഡത്തിന് എവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ? അതറിഞ്ഞിട്ടേ നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുള്ളൂ. നിയമത്തിന് അതിൻ്റെതായ രീതിയില്ലേ? വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഷാജി ഒരു സാധാരണ ഒരാളല്ലെന്ന് നിങ്ങൾക്കും അറിയാം. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പോലീസുകാർ തന്നെ ആയിരിക്കില്ലേ അവന് ശവക്കോട്ട എന്ന് പേരിട്ടത്? ഞാൻ ഈ കേസ് എന്റേതായ റൂട്ടിൽ അന്വേഷിക്കുന്നുണ്ട്, ഊർജിതമായി തന്നെ. ഇതുവരെയായിട്ടും അതിന്റെ റിസൾട്ട് കാണുന്നില്ലല്ലോ സാർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്നൊക്കെ അന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പ്രോഗ്രസ് എന്താ? ഒരു പെൺകുട്ടിയെ പകൽ സമയത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവം, അതും വീട്ടിൽ കയറി. എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് അതിൻ്റെതായ ഗൗരവം കാണുന്നില്ല. അതോ ആള് മരിക്കാത്തതുകൊണ്ടാണോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലെ പോലീസിന്റെ ഉഴപ്പെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അടുത്ത ടേണിൽ ഭരിക്കാൻ സാധ്യതയുള്ളവരെ പാമ്പർ ചെയ്യാനാണ് ശ്രമമെങ്കിൽ അത് ശരിയല്ല. മിനിസ്റ്റർ മാറിയാലും നിയമം മാറില്ല. മാഡത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാം. ആര് ഭരിച്ചാലും കുറ്റവാളികളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പൊളിറ്റീഷ്യൻസാ. ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴേക്കും നേതാക്കന്മാരുടെ കോളുകൾ വരാൻ തുടങ്ങും. ഞാൻ ആ പട്ടികയിൽ പെടുന്നില്ല, അതറിയാലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ആർക്കെങ്കിലും വേണ്ടി ഈ നിമിഷം വരെ ഞാനൊരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ടോ? നന്ദനയുടെ കേസിൽ ഞാൻ ഇടപെടുന്നത് എന്റെ കുട്ടിയായതുകൊണ്ട് മാത്രമല്ല, ആ സംഭവത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നതുകൊണ്ടാ. അതിന്റെ ന്യായവും അന്യായവും കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാ. ഞാൻ എന്ത് വേണമെന്നാ മാഡം പറയുന്നത്? അതിനെ ആവർത്തിക്കണം.